ചേട്ടാ ചായ. എന്ത് പറ്റി മോത്തൊക്കെ? ഒന്നും പറയണ്ടേ, മൊത്തം പ്രശ്നം. ഞങ്ങളേ ഒരു വാറ്റുകാരായ സ്ഥലത്ത് റെയ്ഡിന് പോയതാ. അവിടെ ചെന്നപ്പോ മൊത്തം ഗുണ്ടകളായിരുന്നു. അയൽക്കൂട്ടത്തെ പെണ്ണുങ്ങൾ കംപ്ലൈന്റ് കാരണം നമ്മൾ പോയി അന്വേഷിച്ചത്. കൊറേ പെണ്ണുങ്ങൾ വന്നപ്പോ നിങ്ങൾ ചാടി കയറി പോയിട്ടുണ്ടാവും. അതന്നെ സംഭവിച്ചത്. ഇടി വാറ്റി ചാരായം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു എക്സൈസുകാരുടെ ഡ്യൂട്ടി. നമ്മളതേ ചെയ്തോളൂ. അവന്മാര് എനിക്കിപ്പോ കൊട്ടേഷൻ തന്നേക്കാണ്. എന്റെ കാല് 2 ദിവസത്തിനുള്ളിൽ തല്ലിയോടിക്കുന്ന പറഞ്ഞത്. അയ്യോ, ഏത് നിമിഷം അവര് ഇവിടെ വരും. ഇവിടെ വരുവോ? ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ. എടി അതിനെ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. മുള്ളിനെ നമുക്ക് എങ്ങനെ മുള്ളുകൊണ്ടെടുക്കാം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗുണ്ടകളെ നേരിടാൻ ഒരു ഗുണ്ട, ഞാനൊരു ഗുണ്ടനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുവോ? അവന് ഇവിടെ വരും. കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി. വെള്ളം ചൂടാക്ക്. എന്റെ അമ്മ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ല. ആരാ ചേട്ടാ? എടി ഗുണ്ടകളാണെന്ന് തോന്നണ്ടേ, നീ ഒന്ന് ചെല്ലടി. എനിക്ക് പേടിയാ. എടി നീ പേടിക്കണം, നീ ചെല്ല്. ഇവിടെ ആരുമില്ല. ആരാ? അയ്യോ, ആരാന്ന്? ആരാന്നല്ല ചോദിച്ചത്. ആരാന്ന് പറയണോ? നിന്റെ കെട്ടിയനില്ലോടി ഇവിടെ? കെട്ടിയൻ ഇവിടെ ഇല്ല. എന്നെ മനസ്സിലായോ? ഞാൻ ഗുണ്ടശങ്കരൻ. ഗുണ്ടശർക്കരനാ? ഗുണ്ടശർക്കരയല്ല, ഗുണ്ടശങ്കരൻ. നിന്റെ കെട്ടിയവനെ വിളിക്കേ. കെട്ടിയൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഡ്യൂട്ടിക്ക് പോയിരിക്കുക. എന്ത് ഡ്യൂട്ടി? എക്സൈസില്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല, മനസ്സിലായോ? ശങ്കരനായിരുന്നു സാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണോ ഈ സ്ത്രീ കള്ളം പറഞ്ഞത്? ഇതാണോ ചേട്ടൻ? അല്ല, അവളെ ആകെ പേടിച്ചിരിക്കണം. മനുഷ്യനാകെ പേടിച്ച അവശതയായി പോയി. നീ എന്താ നേരത്തെ പറയേണ്ടത്? നീ എന്താ വരാൻ വൈകിയത്? നീ എന്താ വരാൻ വൈകിയത്? ഞാൻ വരാൻ വൈകിയില്ലല്ലോ, ഞാൻ കറക്റ്റ് സമയത്തല്ലേ വന്നത്. അതെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വിഷയത്തിൽ പെട്ടേക്കണം. അവര് ഏത് നിമിഷം ഇവിടെ വരും. സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഈ ഗുണ്ടശങ്കരൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഏൽപ്പിച്ചത്. പിന്നെ എന്റെ സുരക്ഷ എനിക്ക് നോക്കണം. നമ്മൾ ഈ സംഭവമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഒരു അഭിഷേകനെ എനിക്ക് ഏർപ്പാടാക്കി തരണം. അഭിഷേക? ഏതഭിഷേക? അഭിഷേക് വെച്ചനാണ്. അങ്ങനെയൊക്കെ ബോംബെയിലാണ്. ബോംബെ നാളിനൊന്നും വേണ്ട, ഇവിടെ ഉള്ള ഏതെങ്കിലും ലോക്കൽ അഭിഷേകനെ മതി. അഭിഷേക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പിടി കിട്ടണില്ല. ഇത് ആരാണ് അഭിഷേക്? സാറേ, ഞാൻ അവരെ തല്ലുമ്പോ എന്റെ പേര് കേസെടുക്കത്തില്ലേ? അപ്പൊ എന്റെ കേസ് വാദിക്കാൻ ഒരാൾ വേണ്ടേ? അഭിഭാഷകൻ. അത് വേണം. അത് ഞാൻ റെഡിയാക്കി തരാം. അത് റെഡിയാക്കണം. അവരെന്റെ കാലെടുക്കുമെന്നാ പറയണത്. അപ്പൊ നീ ഒന്നും നോക്കണം. നീ 2 കണ്ണും എനിക്ക് തന്നേക്കണം. സാറിന് അവയവത്തിന്റെ കച്ചവടം ഉണ്ടല്ലേ? എന്താണ് ഈ പറയണത്? എന്റെ കണ്ണ് ചൂട് നടക്കാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? അതല്ലെന്ന്. പിന്നെ നിന്റെ 2 കണ്ണും തുറന്നു വെച്ച് ഇവിടെ ശ്രദ്ധാലുമായിട്ട് നിക്കണോന്ന്. സാറിന് കെയർ ചെയ്യണോന്ന്? അതെ, അത് മനസ്സിലായി. സമയം ഒരുപാട് ലേറ്റായി. നീ ഒരു പണി, നീ ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരുന്ന് മൊത്തം വീഴ്ചോ. നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ. ഞാൻ ഇവിടെ ഉറങ്ങാതെ നിങ്ങൾക്ക് കാവലിരിക്കാം. നീ ആരുടെ മേജർ രവിയാ? എന്തെങ്കിലും ഒട്ടപ്പോ ഞങ്ങൾ കിടന്നോട്ടെ. പാടി. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായി. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളെ വിശ്വസിച്ച് നിങ്ങളോട് ഞാൻ എത്ര ദിവസമായിട്ട് പറയാ ഈ ഫാൻ ഒന്ന് നന്നാക്കുന്നു. ഒന്നാമത് കൊതുക് കടിച്ചിട്ട് മനുഷ്യന് കിടക്കാൻ പറ്റത്തില്ല. അതിന്റെ ഇടക്ക് ഒച്ചടണ പോലത്തെ ഒരു ഫാനും. നീ ബഹളം ഉണ്ടാക്കല്ലേ, നീ കിടന്നോ, ഞാൻ വീശിത്തരാ. പിന്നെ നീ ഉറങ്ങിട്ടേ വീശണം. എന്ത് അമ്മ. ആരാന്നാ ചോദിച്ചേ? സാറേ, 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 ഒന്ന് വന്നേ സാറേ. ആരാണത്? എന്താടാ? ഒന്ന് വന്നേ. എന്തായി? അവന്മാര് വന്നെന്നാണ് തോന്നുന്നത്. പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. പട്ടി വല്ലാതെ കുരക്കും? വല്ലാതെ കുരയ്ക്കുന്നു. എടാ, ആ പട്ടി നന്നായിട്ട് കുരച്ചിരുന്ന ആ പട്ടിയുടെ തൊണ്ടയ്ക്ക് എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ മാറ്റി കുരക്കണത്. നീ പേടിക്കണ്ട. എനിക്ക് പേടി. എനിക്കെന്ത് പേടി? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തനക്കം കേട്ടാലും എന്നെ പിടിച്ചേക്കണം. ഞാൻ എന്നാ അങ്ങോട്ട് പോയിക്കോട്ടെ? സാർ ധൈര്യമായിട്ട് പോയി കിടക്കുന്നു. ശരി. വെറുതെ മനുഷ്യനെ ചിറ്റിക്കാനായിട്ട്
ഇതേതോ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അവന്മാർക്ക് ഇയാളെ തല്ലാനില്ല നേരം. അവന്മാരിപ്പം മൂടി പുതച്ച് കിടന്നുറങ്ങുമായിരിക്കും. എന്തൊരു കഷ്ടമെന്ന് പറയാം. ഇതെന്തോ കൊതുക ഇത്. ഉറങ്ങി? ഇല്ല ഇല്ല ഉറങ്ങിയിട്ടില്ല. ആഹാ, ഉറങ്ങിയിട്ടില്ലേ? ഞാൻ വിശനുണ്ട്. അത് ശരി, ഇവിടെ വീശ് മാത്രമേ നടക്കുന്നുള്ളൂ. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? നീ എന്താ ഇങ്ങനെ നോക്കണത്? നിങ്ങളിങ്ങനെ ഇവിടെ കിടക്കുമ്പം ഞാനവിടെ എങ്ങനെ കിടന്നുറങ്ങും? എന്താ അവിടെ കിടന്നത്? അവിടെ കൊതുകാണ് സാർ, ഭയങ്കര കൊതുകാണ് സാർ. എനിക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല. നീ ഉറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്? ഉറങ്ങാനല്ല, എന്നാലും കൊതുക് കടിച്ചിട്ട് എനിക്ക് ആ സ്ഥലത്ത് കിടക്കാൻ പറ്റുന്നില്ലെന്ന്. എന്റെ ചങ്കര, നീ അങ്ങനെ പോവല്ലേ. ഞാൻ പോകും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ എവിടെയെങ്കിലും കിടക്ക്. എവിടെ? ഈ റൂമില് താഴ്ത്ത്, അപ്പുറം എവിടെയെങ്കിലും താഴ്ത്ത് കിടക്ക്. ഈ വെറും നിലത്താ ഞാൻ അങ്ങനെ കിടക്കുന്നത്? അത് സാറില്ല, ഒന്ന് കിടക്ക് നീ. വെറും നിലത്തെങ്ങനെയാണ് സാർ കിടക്കുന്നത്? ഒരു പുതപ്പെടുത്താ സാറേ ഇന്ന്. ഞാൻ പുതപ്പെടുത്ത് തരാം. നീ ഒരു കാര്യം ചെയ്യ്, അതെ ഇവള് എഴുന്നേപ്പിച്ചാൽ ശരിയാവില്ല. ഇവള് ഉറക്കമുണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോവും. പിന്നെ ഇവിടെ സമ്മതിക്കൂല ആരെ കിടത്താനും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് അവിടെ നിന്നൊന്ന് വീശി കൊടുക്ക്. ഞാനോ? ആ, ഒന്ന് വീശി കൊടുക്ക്, ഞാൻ വേഗം പുതപ്പെടുത്തിട്ട് വരാം കേട്ടാ. അങ്ങോട്ട് തല തിരിച്ചു വെച്ചിട്ട് വീശാ മതി. എങ്ങനെ? അങ്ങോട്ട് തല തിരിച്ചു വെച്ചിട്ട് വീശാ മതി, ഇങ്ങോട്ട് നോക്കണ്ടെന്ന്. ആ, ഞാൻ ചെയ്യത്തില്ലല്ലോ. ആ, പുതപ്പെടുത്തോണ്ടോ സാറേ? ആ, പുതപ്പെടുത്തിട്ട് വരാം. ശങ്കര, ഞാൻ പറഞ്ഞ അങ്ങോട്ട് നോക്കിക്കണോന്ന്. ഞാൻ നോക്കിയില്ലേ. ആ, ശങ്കര, നീ പുതപ്പില്ലാണ്ട് ഉറങ്ങേണ്ട ഒരു ഇവിടെ കിടന്ന്. സാറ് ഒരു പുതപ്പ് സാറേ, ഞാൻ ഇവിടെ ഉറങ്ങാനും കിടന്ന് ഉറങ്ങിക്കോളാം സാറേ. നീ അങ്ങോട്ട് നോക്കിക്കടാ. ഞാൻ അങ്ങോട്ടല്ലേ നോക്കുന്നത്. എവിടെയെങ്കിലും കിടന്നുറങ്ങ്. എന്റെ ഉറക്കവും കളഞ്ഞു. എന്താ സാറേ, എനിക്കിവിടെ കിടക്കാൻ വയ്യ. എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ലെന്ന്. ആ, നിന്നോട് ഞാൻ തറയിൽ കിടന്നോളാൻ പറഞ്ഞില്ല, പിന്നെ എന്താ പ്രശ്നം? സാറേ, ഇവിടെ ടൈൽസ് അല്ലേ സാറേ. എനിക്ക് വാദത്തിന്റെ അസ്കിതയുണ്ട്, ശരീരം മൊത്തം വേദന എടുക്കുമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് പോയേക്കാം. ആ, അങ്ങനെ പോലെ ശങ്കര, അവരെപ്പോ വേണേലും വരാടാ. നീ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യ്. പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ സാറൊന്ന്? ഒരു കാര്യം ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ആ സൈഡിൽ കിടന്നോളാം. ഏത് സൈഡില്? ആ സൈഡിൽ. ശങ്കര, അതൊന്നും ശരിയാവൂല. നീ അവിടെ കിടക്ക്, കുറച്ചു നേരം കൂടെ ഉള്ളൂ. ഇപ്പൊ നേരം വിളിക്കും. എനിക്ക് ഈ തറ കിടക്കാൻ വയ്യ സാറേ. ആ, പോവല്ലേ നീ. പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കിടക്ക്. എവിടെ? ഇവിടെ കിടന്നു. ആ, അതാ ഞാൻ പറഞ്ഞത്. സാർ ഉറങ്ങിക്കളയല്ലേ? ഇല്ല. ശങ്കര, നീ ഒന്ന് എന്റെ അമ്മേ, അയ്യോ. ഛേ. അയ്യേ, ഇതെന്ത് വൃത്തികേടാ ഈ കാണിക്കുന്നത്? എന്താ ഈ കിടന്നുറങ്ങണ വൃത്തിയാണ്? ആരെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കിടത്തുന്നത്? ഛേ, ഛേ, ഫു, ഛേ, ഇതെന്തൊക്കെ തോന്നിയാ ചേട്ടാ ഈ കാണിക്കുന്നത്? നീ എന്താ തോന്നിയാസാണ് കാണിച്ചത്? മൂന്നമ്മേ തന്നെ എനിക്ക്. എടാ, ഒന്ന് ഇറങ്ങി പോടോ അങ്ങോട്ട്. എടി, അവനിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗതികേട് കൊണ്ട് ഞാൻ അവിടെ കൊണ്ട് കിടത്തിയതാണ്. നമ്മുടെ ഇവിടെയാണ് കിടത്തുന്നത്. എടി, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാനൊരു സഹായത്തിന് വന്നപ്പോ നിങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം. ശങ്കര, നീ അങ്ങനെ പോവല്ലേ ശങ്കര. ശങ്കര, നീ പോവല്ലേ ശങ്കര. ഞാൻ പറയണത് കേക്ക് ശങ്കര. ഞാൻ എന്റെ ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ ഒരു പണിയായി, ഇയാൾ ആ മച്ചിന്റെ മേലെങ്ങാനും കൊണ്ട് ഈ കിടത്ത്. മച്ചിന്റെ മേളിലോ? മച്ചിന്റെ മേളിൽ കിടക്കാൻ ഞാൻ എന്തോ നരിച്ചീറാണോ?
അതോ മരപ്പെട്ടിയോ? നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്ക്. മരപ്പെട്ടി. ആ, അത് മതി. ദേ, എന്നോട് വിളച്ചെടുക്കരുത് കേട്ടോ സാർ. ഇത് എന്തോ ഈ പറയുന്നത്? എടാ അവിടെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. എവിടെ? ഞാനത് ഓർത്തില്ല. മച്ചിന്റെ മുകളിൽ നല്ല കാറ്റും കിട്ടും, നല്ല സുഖമായിട്ട് നിനക്ക് അത് എവിടാ അത്? ദേ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുകളിൽ പോയി കിടന്നുറങ്ങ്. ചെല്ലി പറഞ്ഞണ്ടേ? ദേ ഇതിലങ്ങോട്ട് കയറി കേറിട്ട് വാ ഇങ്ങോട്ട്. ഞാനല്ലോ ഉള്ളത്. ദേ ഈ സ്റ്റെപ്പ് കണ്ട, സ്റ്റെപ്പ് വഴി നേരെ അങ്ങോട്ട് കയറിക്കോ. കേറിട്ട് കയറി അങ്ങോട്ട് പോയിക്കോ. മേളിൽ കിടന്നാ മതിയോ? ആ അവിടെ കിടന്നാ മതി കേട്ടാ. ആ, എന്തൊരു കഷ്ടമാണ് നോക്കും മനുഷ്യന്. സ്വസ്ഥതയുമില്ല. നിങ്ങൾ ഉണ്ടാക്കി വെക്കണ ഓരോ പൊല്ലാപ്പുകൾ, അല്ലാതെ ഇന്ന് എന്ത് പറയാനാ? അയ്യാ! എടീ, ഓടി വന്നേ. ആ സ്റ്റെപ്പ് തകർന്ന് ശങ്കര താഴെ വീട്. പതുക്കെ എഴുന്നേക്ക്. ഇത് കളയോ? ആശുപത്രി കണ്ടോ സാറേ? കയ്യും കാലൊക്കെ ഒടിഞ്ഞിരിക്കണ്. എന്റെ ദൈവമേ. പ്ലാസ്റ്റർ ഇടണ്ടെന്ന് മാത്രമല്ല, കമ്പി വിട്ടിട്ടുണ്ടല്ലോ അവിടെ. അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടാ? ഇല്ല. കഞ്ഞി വേണം. കഞ്ഞി എടുത്തോണ്ട് വരട്ടെ? കഞ്ഞി എടുത്തോണ്ടാ. വേറെ കുഴപ്പമൊന്നുമില്ലട്ടാ. സമാധാനായിട്ടിരിക്കും. എന്റെ ഒരേ വിധിയേ. കൊടുക്ക്. വാ വിളിക്ക്. ഇനി ഇടി കൊടുക്ക്. അച്ചാറ് കൂട്ടി കൊടുക്ക്. വാ തുറന്നേ. നല്ല ഒച്ചായിട്ട് വാ തുറന്നേ. എത്ര ഗുളിക കഴിക്കാനുള്ളതാ നമുക്ക്? ഞാൻ കഴിക്കത്തില്ല. ഗുളികേ? ഗുളി എനിക്ക് ഇഷ്ടമല്ല. ഗുളിക കഴിച്ചാലും വാ മാറുള്ളൂ. മിടുക്കൻ. നമുക്കിനി കുറച്ചു നേരം ചാച്ച ഉറങ്ങാം. വാവോ പാടണം. വാവ പാടിത്തരാം. എന്നാലേ ചാച്ചു. ഇറങ്ങി വരാൻ. നീ ഞങ്ങളുടെ വാറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തല്ലേ? ഇന്ന് നിനക്കിട്ട് ഞങ്ങൾ പണിയും. ഇന്ന് പണിയും ഞങ്ങൾ. പണിയാൻ പറ്റേ? എന്താ പണിയാൻ പറ്റേ? എന്താണ്? ഞങ്ങൾക്ക് ഒരാളോട് കൂടി ചോദിക്കാനുണ്ട്. നിങ്ങളെ പുറകിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അവനെ വിളി. വിളിക്കണോട്ട്. അവനിങ്ങ് കൊണ്ടുവന്നേ. ആരാ സാറേ? എന്നെ അങ്ങോട്ടൊന്ന് എത്തിക്ക് സാറേ. കൊണ്ട് വരാൻ പറ. അവന്മാരോട് ഞാൻ സംസാരിക്കാൻ സാറേ. എന്നെ അവിടെ ഒന്ന് എത്തിക്കേ. ഒന്ന് ഒതുക്കി തരും. അളിയല്ലേ ക്രിക്കറ്റ് ടീമിലെടുത്തല്ലേ? കാലെ പാട് കെട്ടിയേക്കുന്നു. ഇത് പാടല്ലടാ, പിന്നെ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നതാണ്. ആണോ? അളിയൻ എന്താ ഇവിടെ? അളിയൻ എന്താ ഇവിടെ? ഞങ്ങളോ? അളിയ ഇയാള് നമ്മുടെ വാറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തു. അപ്പൊ നമ്മുടെ വാറ്റ് കേന്ദ്രമാണ് ഇയാൾ റെയ്ഡ് ചെയ്തത്. അപ്പോ എന്റെ അളിയന്മാരെ തല്ലാനാണ് ഇയാൾ എനിക്ക് കൊട്ടേഷൻ നൽകിയത്. കൊട്ടേഷൻ തന്നോ? ഇയാളെ എനിക്ക് ഇപ്പം തല്ലണം. ഇപ്പൊ തല്ലരുത്. ഇപ്പൊ ഇവനെ ഒന്നും ചെയ്യരുത്. പിന്നെ വരുന്ന 16-ാം തീയതി അന്ന് ഇവനെ എനിക്ക് വേണം. അത് എന്തിനാളിയാ ഇന്ന് തന്നെ തല്ലളിയാ? 16-ാം തീയതി വരെ എന്തിനാ കാക്കുന്നത്? എടാ പൊട്ട, അന്ന് എന്റെ കാലയിലെ പ്ലാസ്റ്റിക് എടുക്കത്തുള്ളൂ. എന്റെ കാലേ കിടക്കുന്ന കമ്പി എടുത്തിട്ട് ആ കമ്പി കൊണ്ട് ഇവന്റെ തലമണ്ട ഞാൻ അടിച്ചു കീറും. ശങ്കര ഉണ്ട ശങ്കരൻ.